ഗൈസ് നമ്മൾ പുതിയ വന്ന നമ്മളെ ഒരു ഗോൾഡൻ ക്രിമിനലിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആനിമേഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഗിവ് അവേ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെമ്പർഷിപ്പ് മന്തിൽ എടുത്ത് കൊടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിന്നർ നമ്മളെ മെമ്പർഷിപ്പ് എടുത്തൊരു ചെക്കൻ തന്നെ ഉണ്ടാ. ഞാൻ ആ കാര്യം പറയാൻ മറന്നു. മെമ്പർഷിപ്പ് എടുത്ത ചെക്കന്മാർക്ക് മാത്രമാണ്, മെമ്പർഷിപ്പ് എടുത്ത വ്യൂവേഴ്സിന് മാത്രമാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുക. അതുകൊണ്ട് മന്തിലിയുടെ വിന്നർ മെമ്പർഷിപ്പ് എടുത്തൊരു പയ്യനാണ്. അതുകൊണ്ട് അല്ലാണ്ട് വെറുതെ വന്ന് കമന്റ് ഇട്ടവർക്കൊന്നും ഞാൻ എടുത്തു കൊടുക്കില്ല. ഉള്ള കാര്യം പറയാം, വെറുതെ വന്ന് കമന്റ് ഇട്ടിട്ട് എനിക്ക് അതിലൊരു ഇതില്ല. ജസ്റ്റ് ഒന്ന് 30 റുപ്പീസ് കൊടുത്തിട്ട് അവന് മെമ്പർഷിപ്പ് എടുത്ത്. എനിക്കറിയാം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ചെക്കൻ്റെ ഭാഗ്യമാവാം. ഞാൻ ഇപ്പോൾ 5-6 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ സ്പിന്ന് ചെയ്ത് നോക്കിയപ്പോൾ ചെക്കൻ്റെ പേരാണ് വന്നത്. ചെക്കനെ കോൺടാക്ട് ചെയ്ത് അക്കൗണ്ട് കാരണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ചെക്കൻ്റെ ഒരു 30 രൂപക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഇതാ 799 രൂപയുടെ മന്ത്ലി കാണലൊക്കെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എടുത്തു കൊടുത്തിട്ടില്ല, എടുത്തു കൊടുക്കണ വീഡിയോ നാളെ തന്നെ എന്തായാലും നമ്മൾ പബ്ലിഷ് ആക്കുന്നതായിരിക്കും. പിന്നെ കേസ് എനിക്ക് ഈ ആനിമേഷൻ എടുക്കുന്നത് വളരെ വ്യക്തമാണ് സംഭവം. എൻ്റെ അക്കൗണ്ടിൽ ഈ ആനിമേഷൻ എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ല. ബാക്കിയുള്ള എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ആനിമേഷൻ മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആനിമേഷൻ എടുക്കാൻ പോവുകയാണ്. നമ്മളെ കയ്യിൽ 300 സംതിങ് ഡയമണ്ട് ഉണ്ട്. നമ്മളൊന്നും നോക്കിയില്ല, ഫസ്റ്റത്തെ 2 ഡയമണ്ട് കൊടുത്തിട്ടുള്ള സ്പിന്നാണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ കിട്ടീന്ന്. പക്ഷേ ക്രേറ്റ് കിട്ടിയത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും 4 ഡയമണ്ട് കൊടുത്തിട്ട് അടുത്ത സ്പിന്ന് ചെയ്ത് നോക്കാം. ഈ ഡയമണ്ട് തീർന്ന പിന്നെ നമ്മൾ ടോപ്പ് ചെയ്ത് എടുക്കൂട്ടെ. എനിക്ക് എന്തായാലും ആനിമേഷൻ കിട്ടില്ലാണ്ട് ഞാൻ ഈ സ്പിന്നിങ് നിർത്തൂല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിന്നെ കൺക്രീറ്റ് എന്നറാവും മരുന്തടാ ഗൈസ്. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഈ ആനിമേഷൻ എന്തായാലും നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചാൽ എടുക്കും, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും 39 സ്പിൻ ചെയ്ത് നോക്കാം. കിട്ടില്ല, ഇതിലൊന്നും അവന്മാർ തീരുല്ലടാ. എന്തായാലും ലാസ്റ്റ് സ്പിന്ന് വരെ കൊണ്ടുപോകട്ടെ. നമ്മളെന്തായാലും എടുക്കുന്ന ഉറപ്പായല്ലോ. നമുക്ക് എന്തായാലും എടുത്തിട്ട് തന്നെ അടങ്ങുള്ളൂ. ഓക്കെ, 99 സ്പിന്നും കൂടി ആണെങ്കിൽ ലാസ്റ്റ്. ആ ബോംബിന്റെ സ്കിന്നെങ്കിലും തന്നല്ലോ. അല്ല, ആ ബോംബിന്റെ തന്നെ അത് തന്നല്ലോ. അങ്ങനെ എന്തായാലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കി വെക്കാം. ചിലപ്പോൾ തന്നെങ്കിലാ എന്തെങ്കിലും ഈ ഒരു ഗ്ലിച്ച് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലതല്ലേ, ഡയമണ്ട് ലാഭമായല്ലോ. പോട്ടെ കേസ്, നമുക്ക് എന്തായാലും ഇനി സ്പിന്നാക്കി വെക്കാം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അടുത്ത ടോപ്പ് ചെയ്യും നമ്മൾ. എന്താടാ ഫ്രാഗ്മെന്റ്സ്. ആ പോട്ടെ, എന്തായാലും നമുക്ക് എന്തായാലും ഇനി 149 ചെയ്യാനുള്ള ഡയമണ്ടിന്റെ ഒക്കെ അല്ലേ, ഒന്നും കൂടി ഒന്ന് ടോപ്പ് ചെയ്തിട്ട് വരാം. A few moments later. ഗൈസ്, ഞാൻ ടോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ മെമ്പർഷിപ്പിന്റെ 2 ദിവസത്തെ ക്ലെയിം ചെയ്യാണ്ടായിരുന്ന ഡയമണ്ട്. അപ്പൊ അത് ക്ലെയിം ചെയ്തപ്പോൾ 200 സംതിങ് ഡയമണ്ട് നമ്മുടെ കയ്യിൽ പിന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 149 സ്പിന്നാക്കാം. അതിൽ കിട്ടിയില്ലെങ്കിൽ 199 അല്ലേ, അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി ടോപ്പ് ചെയ്തിട്ട് എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും 149. ഇന്റെ മോനെ സർഫ് ബോർഡ് എന്നറാ നായ്ക്കള്. എന്ത് നായള ഗരീന. ഓക്കെ, നമ്മൾ പിന്നെ ടോപ്പ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിലെന്തായാലും കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിലും കൂടി കിട്ടിയില്ലെങ്കിൽ ഇനി എനിക്ക് വയ്യ ഗൈസ്, ഫണ്ട് ഇറക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എന്തായാലും ഗോൾഡൻ ക്രിമിനൽ എടുക്കാൻ വേണ്ടി കൂട്ടി വെച്ചതാണ്. അപ്പോൾ ആനിമേഷൻ കണ്ടപ്പോൾ ഒരു പൂതി കേസ് ആനിമേഷൻ എടുത്ത് വെച്ചാലാന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിന്നാക്കാം. സ്പിന്നാക്കല്ലേ കേസ്. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം. ഇവിടെ കിട്ടി മോനെ 499 ഡയമണ്ട് ലാഭായി. ഇവിടെ കയറീനെ. ഇപ്പോഴെങ്കിലും തന്നല്ലോ നായ്ക്കള്. ഇവിടെ മോനെ ആദ്യമായിട്ട് നമ്മളെ അക്കൗണ്ടിൽ ഒരു ആനിമേഷൻ വരുന്നടാ. ഏതാ മോനെ, ഏതാ എൻ്റെ കയ്യിൽ ഇത്ര കാലം ആനിമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേസ്. അപ്പം എന്തായാലും നമുക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് എക്വിപ്പ് ചെയ്ത് നോക്കി വെക്കാം. എന്നാലും 199 ഡയമണ്ടൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല കേസ്. നമുക്ക് എന്തായാലും വോൾട്ടി പോയിട്ട് ഇതൊന്ന് എക്വിപ്പ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെ ഉണ്ട് സംഭവം കേസ്. ഈ ആനിമേഷൻ എങ്ങനെ ഉണ്ട് കേസ്? 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും കേസ് നിങ്ങൾ ഈ ആനിമേഷന്? ഇതിനും കിട്ടില്ല, ആനിമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇത്തിരി വെറൈറ്റി ആയി തോന്നുന്നുണ്ട് കേസ്. കണ്ട, വണ്ടി ഇടിച്ചാണ്ട് കയറ്റിയിട്ട് സ്വർണ്ണം കാറിലൊക്കെ കടത്തി കൊണ്ടുപോകണ പോലത്തെ ഏതാ സാധനം. മോനെ, ഇപ്പൊ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോണ്ടല്ല ഏതാ കേസ്. നമ്മൾ 2 ബുയാപ്പാസും കാണലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. ബുയാപ്പാസൊക്കെ എടുത്ത് നടക്കണം കേസ്. അവിടെ ബുയാപ്പാസിന്റെ ഇതൊക്കെ തിളങ്ങിക്കണം. അപ്പൊ എത്ര പേര് ഈ ഒരു ആനിമേഷൻ കാണലൊക്കെ എടുത്തുന്ന് കമന്റ് ഇട്ടേക്കിട്ടാ. അപ്പൊ എടുക്കാത്തൊരു വിഷമിക്കൊന്നും വേണ്ട കേസ്. ഞങ്ങൾക്കുള്ള ഒരു ഓഫറും കൂടി ഞാൻ തരാം. ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് ഇടാം. ഈ കമന്റ് ഇടുന്ന ആരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടാ. അത് വേറെ കാര്യം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെവർക്കൊന്നും നമ്മൾ കൊടുക്കില്ലേ. ഈ കമന്റിനനുസരിച്ച് ലൈക്കും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ഒക്കെ സെലക്ട് ചെയ്യുള്ളൂ. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ഒരു വീഡിയോക്ക് 100 ലേക്ക് ടാർഗറ്റ് ചെയ്യും. 100 ലേക്ക് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കമന്റ് ഇട്ടോ. അതിൽ നിന്ന് ഒരുത്തനെ ഞാൻ കമന്റ് പിക്കർ വഴി ആ വീഡിയോയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവനക്ക് കോൺടാക്ട് ചെയ്യും. അവനെ കോൺടാക്ട് ചെയ്തിട്ട് അവൻ്റെ അക്കൗണ്ടും കാണലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് വീക്കിലി മെമ്പർഷിപ്പ് കാണലൊക്കെ എടുത്തു കൊടുക്കും. വീക്കിലി എടുത്തു തരുള്ളൂ, മന്തിൽ എടുക്കാനുള്ള ഫണ്ടൊന്നും നമ്മളെ കയ്യിൽ ഇല്ലേ. വീക്കിലി വെച്ച് നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ആക്കാം. പോയ ഒരു കമന്റ് കിട്ടിയ
ഒരു ലോട്ടറി അടിച്ചതിനാട്ടി തുല്യ ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കൂടെ സപ്പോർട്ടിന് നിന്ന് ഗൈസ്. പറഞ്ഞല്ലോ ചെറിയ റൂളും കാണലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളൂ. ജസ്റ്റ് നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്കൊരു വീക്കിലി കിട്ടിയാൽ എന്തായാലും ഫ്രീ ആയിട്ടല്ലേ കിട്ടുക. അപ്പൊ നമ്മളെ ഇങ്ങനെ രീതിക്കൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗൈസ് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഗൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കയറി ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തെന്ന് വെച്ചിട്ട് ആരും വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കൊന്നും വേണ്ട ഗൈസ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് ഞാൻ മന്ത്ലി വീക്കിലി അതെന്തെങ്കിലും ഇവന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്പിന്നാക്കി കൊടുക്കുക. അല്ലാത്തവർക്ക് ഞാൻ ഫ്രീ ആയിട്ടൊന്നും സ്പിന്നാക്കി കൊടുക്കില്ല. നിങ്ങൾ എന്ത് വന്നു വെച്ചാൽ ഞാൻ ചെയ്തു തരില്ല. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ മാത്രമാണ് ഞാൻ കമന്റ് ഇട്ടവർക്ക് മന്ത്ലി അല്ല എന്തായിരുന്നു വീക്കിലി എടുത്തു കൊടുക്കുക പറഞ്ഞത്. അപ്പോൾ വെറുതെ എന്നിട്ട് അതും ഒന്ന് ചെയ്യിക്കണ്ട കേസ്. ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യിക്കാണ്ട് യൂട്യൂബിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യിക്കാണ്ടെങ്കിൽ അതൊന്നും ചെയ്യിക്കാം. ഫ്രീ ഫയറിൻ്റെ കുറിച്ചിട്ട് ടോപ്പപ്പ് ചെയ്ത് തരുമോ ബ്രോ, ഫ്രണ്ട് ആക്കോ, അതൊക്കെ ഒന്ന് ചോദിച്ചാൽ ടോപ്പപ്പ് ചെയ്ത് തരുമോ, ആ കാര്യം ചെയ്യിക്കാണ്ടിരുന്നാൽ മതി കേസ്. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ ബൈ.